ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി കണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി 1 കോഴിമുട്ടയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ലെമണിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് 1 അവറോടെ റെസ്റ്റ് ചെയ്യട്ടെ. പിന്നെ എൻ്റെ ചാനൽ കാണുന്ന 99% ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവായി നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി അതിൽ നിന്ന് കുറച്ച് ഓയിൽ നമുക്ക് മാറ്റി വെക്കാം. അതിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും 2 സവോള ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നന്നായി നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ക്യാപ്സിക്കം എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സും ഇട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളുടെ ചിക്കൻ്റെ പേരെന്താ? ചിക്കൻ കൊണ്ടോട്ടല്ലേ. അപ്പോൾ നമുക്ക് അതിലോട്ട് 5 or 6 കൊണ്ടോട്ട മുളകും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും കൂടെ എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വെള്ള എള്ളുണ്ടെങ്കിൽ മാത്രം വെള്ള എള്ളും പിന്നെ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.